അപ്പോഴേ നാളെ സാറിന്റെ പ്രോഗ്രാം എന്താണ്? നാളെ കോളേജില്ലല്ലോ, അതുകൊണ്ട് സുഖമായി വീട്ടിലിരിക്കും. നാളെ 5 മണിക്ക് താനിവിടെ വരണം. എന്തിനാ? നമുക്ക് ഒരു സിനിമ കാണാൻ പോവാം. അയ്യോ ഞാനില്ല, എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. ആഹാ, എന്ന് വെച്ചാ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു ഒളിച്ചെളി ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക രസമാ. അതുകൊണ്ടാ പറഞ്ഞത് നാളെ വരണം. എന്ത് രസമാണെങ്കിലും ഞാനില്ല, എനിക്ക് പേടിയാ. ദേ, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നാളെ ഞാൻ അങ്ങോട്ട് വരും. അയ്യോ, അവിടെ അമ്മയമ്മാനൊക്കെ ഉണ്ട്. ആരുണ്ടായാലും എനിക്കെന്താ, ഞാൻ അവിടെ വരും കൃത്യം 5:30 മണിക്ക്. ഇവിടെ ആരുമില്ലേ? അല്ല, സാറിവിടെ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? പിന്നെ മോള് മാറിയെടുത്ത പാക്കറ്റുമായിട്ട് ഞാൻ ഒരു ദിവസം സാറിന്റെ വീട്ടിൽ വന്നിരുന്നല്ലോ. അയ്യോ, നിങ്ങൾക്ക് തെറ്റി. എന്നെ കണ്ടു കാണാൻ വഴിയില്ല. എന്റെ വീട് ഈ നാട്ടിലേ അല്ല. ഇതൊരു വല്ലാത്ത അത്ഭുതമായിരിക്കുന്നുണ്ടോ സാറേ? ഞാനൊരു സെൻസസ് ഉദ്യോഗസ്ഥനാണ്. ഈ നാട്ടിൽ എത്ര പേർ ജനിക്കുന്നു, എത്ര പേർ മരിക്കുന്നു, എത്ര പേർ ഒളിച്ചോടുന്നു എന്നൊക്കെ അന്വേഷിച്ച് കണക്ക് ബോധ്യപ്പെടുത്തണ്ടേ? എന്നാലേ സർക്കാർ നിങ്ങൾക്ക് അരിയും തുണിയും മണ്ണയും ഒക്കെ തരൂ, അല്ലേ? അതെ. സാർ ഇരിക്കൂ. ആ, ഇരിക്കൂ. വേണ്ട, ഇരിക്കണം. എനിക്കങ്ങനൊന്നുമില്ല. നിങ്ങളുടെ പേര്? വാസു. വെറും വാസുവോ? അച്ഛനും അമ്മയുടെ പേര് അതാണ്. വാസു. ഇവിടെ വേറെ ആരുമില്ലേ? ഉണ്ടല്ലോ. ആ, സാവിത്രി. വെറും സാവിത്രി എന്നേ ഉള്ളൂ, അതോ സാവിത്രി അമ്മ എന്നാ മറ്റോ? അമ്മയാണ്, പക്ഷെ പേര് സാവിത്രി എന്നേ ഉള്ളൂ. സാവിത്രി. ഇവർ നിങ്ങളുടെ ആരാണ്? പെങ്ങളാണ്. പെങ്ങൾ. അല്ല, ഇവിടെ വേറെ ആരും ഇല്ലേ? ഉണ്ട്. അതാരാണ്? എന്റെ മോളാണ്. എവിടെ? വിളിക്കൂ. അവൾ കുളിക്കുകയാണെന്ന് തോന്നുന്നു. 5:30 മണിക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, പിന്നെ എന്തിനാ ആ സമയത്ത് കുളിക്കാൻ കയറിയത്? സാർ വരുമെന്ന് പറഞ്ഞിരുന്നോ? അല്ല, എന്ന് വെച്ചാൽ 5:30 മണിക്കാണല്ലോ സാധാരണ സെൻസസ് എടുക്കാൻ വരുന്നത് എന്ന അർത്ഥത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അവളുടെ പേരും വയസ്സും ഞങ്ങൾ പറഞ്ഞു തന്നാ പോരെ? പോരാ, എനിക്ക് എല്ലാരും നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. നിങ്ങൾ പറയുന്നത് സത്യമാണോന്ന് അറിയണമല്ലോ. മോളെ വിളിക്ക്. മോളെ, പേരും വയസ്സും ഒക്കെ എഴുതിയെടുക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. റേഷൻ കാർഡിനാണെന്നാ തോന്നുന്നത്. എല്ലാരും നേരിട്ട് കാണുമെന്ന് പറയുന്നു. അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? അയാളോട് പോയി പണി നോക്കാൻ പറ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഗവൺമെന്റിൽ നിന്ന് വന്ന ആളല്ലേ. എല്ലാരെയും നേരിട്ട് കണ്ടേ പോവെന്ന അയാൾ പറയുന്നത്. ഇതാണോ നിങ്ങളുടെ അനന്തരവൾ? അതെ. കുട്ടിയുടെ പേരെന്താ? രജനി. ചോദിക്കുന്ന ഒരു ഉത്തരം പറഞ്ഞാൽ മതി. കുട്ടിയുടെ പേരെന്താ? പറഞ്ഞല്ലോ. കുട്ടിയുടെ സർക്കാർ കാര്യമാണ്, പേരും മറ്റു വിവരങ്ങളും ശരിക്കും പറയണം. പറയൂ. എന്റെ പേര് രജനി, വയസ്സ് 17, നാളെ രേവതി, ഓൾ സയൻസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. വീട്ടു പേര് ചന്ദനത്തറയിൽ. അച്ഛൻ മരിച്ചുപോയി. ഒരു അമ്മാവനുണ്ട്. അമ്മാവന്റെ പേര് വാസു, അമ്മയുടെ പേര് സാവിത്രി. മതിയോ? മതി 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 മതി. ഏത് വീട്ടിൽ ചെന്നാലും എന്നെ കാര്യമായി സൽക്കരിക്കാറുണ്ട്. ഇവിടെ ചായ ഒന്നുമില്ലേ? ഉണ്ടല്ലോ മോളെ. സ്മാർട്ട് ഗേൾ. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരെ പഠിപ്പിക്കുന്നത് വലിയ അർത്ഥമൊന്നുമില്ല. കൊള്ളാവുന്ന വല്ല ചെറുപ്പക്കാരെയും കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതാണ് ബുദ്ധി. ഞാൻ ഇറങ്ങുന്നു. വരട്ടെ.
ഏ? അയ്യോ, ഏതാണ് ആ പെൺകുട്ടി? ഒരു പാവപ്പെട്ട വീട്ടിലേതാണ്. പണം ഒരു പ്രശ്നമല്ല, അത് ഈശ്വരാധീനം കൊണ്ട് നമുക്ക് ആവശ്യം പോലെ ഉണ്ടല്ലോ. പക്ഷേ തറവാടിത്തം വേണം, നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരായിരിക്കണം. നീ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് അത്രയൊക്കെ ഉള്ള യോഗ്യതയൊക്കെ ഉണ്ടായിരിക്കണം. എങ്കിലേ എനിക്കത് സമ്മതമാവുകയുള്ളൂ. സൗകര്യമായിട്ട് ഒരു ദിവസം നമുക്ക് അവരുടെ വീട്ടിൽ പോയി ആലോചിക്കാം. ആ, അയ്യോ, കോഴിക്കുട്ടി വരുന്നുണ്ട്. സ്വർഗത്തിലെ കട്ടറും ഭാഗമോ ദൈവമേ. രജനിയാണെങ്കിൽ വരാനും സമയമായി. എന്താ ഇവിടെ? ഒന്നുമില്ല. ആ, മനസ്സിലായി. രജനിയെ കത്ത് നിൽക്കായിരിക്കും അല്ലേ? നടക്കട്ടെ. ഞാൻ വാസുവേട്ടന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ അച്ഛനും അമ്മയും വാസുവേട്ടനുമായി സംസാരിച്ച് നിങ്ങൾ രജനിയുമായുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. ഇനി താമസിയാതെ നല്ലൊരു ദിവസം നോക്കി കല്യാണം നടത്താമല്ലോ. എന്തിനാ ഇങ്ങനെ കാത്തുനിന്ന് വലയുന്നത്? അല്ല, കാർ എവിടെ? സർവീസിന് കൊടുത്തിരിക്കുക. പിന്നെ എനിക്ക് അല്പം ധൃതിയുണ്ട്. ഞാൻ വരട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഇവിടെ നിന്നു ഞാൻ പോയേക്കാം. ആ, കാതറൊക്കെ ചന്ത വരുമെന്ന് പറഞ്ഞു. ഞാൻ പോട്ടെ. ആ, പിന്നെ കുറച്ചു നാള് ഞാനിവിടെ ഉണ്ടാകത്തില്ല. അതിനു മുമ്പ് കല്യാണം നടത്തികളല്ലേ? ഇല്ല, വരട്ടെ. ഒരു വിധം രക്ഷപ്പെട്ടു. പണ്ടാരി ഇവളിവിടെ പോയിരിക്കുക. അമ്മേ, അമ്മേ. എന്താ മോളെ? അമ്മേ, പിന്നെ ആനിവേഴ്സറിക്ക് എല്ലാവരും കസവും മുണ്ടും നേരിടാണ് കൊടുക്കുന്നത്. ഒരു മുണ്ടും നേരിട്ട് എനിക്കും മേടിച്ചു തരൂ. നീ അമ്മാവനോട് പറ. വേണ്ട, അമ്മ പറഞ്ഞാ മതി. എന്താ മോളെ? ഇവള് വലിയ പെണ്ണായി പോയില്ലേ? ഇപ്പൊ അമ്മാവനോട് ഓരോന്ന് പറയാൻ അവൾക്ക് നാണം. അവൾക്ക് ആനിവേഴ്സറിക്ക് കൊടുത്തോണ്ട് പോകാൻ കസവും മുണ്ടും നേരിയതും വേണമെന്ന്. അതിനെന്താ മോളെ, വാങ്ങിക്കാലോ. അമ്മാവൻ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ. വരാൻ സമയമായില്ലല്ലോ മോളെ. മോള് നോക്കിയിരിക്കുകയായിരുന്നു. മുണ്ടും നേരിയതും. അയ്യോ, ഞാനതൊക്കെ മറന്നു. ഇന്ന് ചന്തയിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. സാരല്ലേ മോളെ, നാളെ വാങ്ങിക്കാം. നീ എന്തിനാ കരയുന്നത്? നാളെ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? വേണ്ട, നാളത്തെ ആവശ്യത്തിനാ വേണമെന്ന് പറഞ്ഞത്, അല്ലാതെ ഉടുത്തോണ്ട് നടക്കാൻ കൊതിയുണ്ടായിട്ടൊന്നുമല്ല. മോളെ, മോള് കരയാതെ, ഞാൻ ഇപ്പൊ തന്നെ പോയി വാങ്ങിച്ചോണ്ടിരാം. ഈ പെണ്ണിന്റെ കാര്യം